കീം പ്രവേശന പരീക്ഷയിൽ ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി നേരിട്ടതിന് പിന്നാലെ സർക്കാർ പുതുക്കിയ ഫലം പ്രസിദ്ധീകരിച്ചു. പുതിയ ഫലം സംസ്ഥാന സിലബസിലെ കുട്ടികൾക്ക് തിരിച്ചടിയായി. 21 പേർ മാത്രമാണ് ആദ്യ 100 റാങ്കുകളിൽ ഇടം പിടിച്ചത്. തിരുവനന്തപുരം കവടിയാർ സ്വദേശി ജോഷുവ ജേക്കബ് തോമസിനാണ് ഒന്നാം റാങ്ക്. ഒന്നാമതെത്തിയതിൽ സന്തോഷമെന്ന് ജോഷുവ 24-നോട് പറഞ്ഞു. ഡെഫിനറ്റ്ലി ഒരു വലിയ സർപ്രൈസ് ആണ് ഓവറോൾ ടു മൈ ഫാമിലി ആൻഡ് ടു ഓൾ ഓഫ് ദ പീപ്പിൾ. ഒരു വലിയ ബിഗ് സർപ്രൈസ് ആണ്. പക്ഷേ അറ്റ് ദിസ് സ്റ്റേജ് വി ഷുഡ് ഓൾസോ റിമെമ്പർ ദ പ്രീവിയസ് റാങ്ക് ലിസ്റ്റിൻ്റെ ടോപ്പേഴ്സും. അവരും ദേ ഹാവ് വർക്ക്ഡ് വെരി ഹാർഡ് ആൻഡ് ദേ ഹാവ് കം ടു ദ സ്പോട്ട്ലൈറ്റ്. പക്ഷേ പഴയ റാങ്ക് ലിസ്റ്റ് ദേ റിമൂവ്ഡ് ഇറ്റ്. സോ ഡെഫിനറ്റ്ലി my heart goes out to them and they did a great job as well. Already they made the rank list and they cancelled it. So when the rank list was going to come, we had no idea. I thought it will take 1 month more than that. But it came the next day itself. So definitely a huge congrats to whoever was behind this and made the rank list immediately come. കീം മാർക്ക് ഏകീകരണത്തിലെ ഫോർമുല സർക്കാർ നടപ്പാക്കിയത് വിദഗ്ധ സമിതി ശുപാർശ മറികടന്നെന്നും റിപ്പോർട്ട് പുറത്തുവന്നു. ഈ വർഷം പുതിയ ഫോർമുല നടപ്പാക്കുന്നത് ഉചിതമല്ലെന്ന് വിദഗ്ധ സമിതി ശുപാർശ ചെയ്തിരുന്നു. MG പ്രതീഷ് ഉണ്ട് വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, ഈ കേരള സിലബസിലുള്ള കുട്ടികൾക്ക് അവർക്കൊരു തുല്യനീതി അവകാശപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ അതിനുവേണ്ടിയാണ് ഈ പുതിയ ഫോർമുല എന്ന സർക്കാരിന്റെ ഉദ്ദേശശുദ്ധി, അത് എല്ലാവരും വിലവെച്ചതാണ്. പക്ഷേ അതിന് സ്വീകരിച്ച നടപടികൾ ഏറെ വൈകിപ്പോയി. 1 വർഷത്തോളം എന്തിന് കഴിഞ്ഞ വർഷത്തെ ഈ ഫലപ്രഖ്യാപനത്തിൽ തന്നെ ഈ വലിയ അന്തരം, കേരള സിലബസും CBSE തമ്മിലുള്ള ഈ അന്തരം കണ്ടിട്ടും ഈ 1 വർഷം എന്തിന് കാത്തിരുന്നു എന്ന ചോദ്യം അവിടെ നിൽക്കുമ്പോൾ തന്നെയാണ് ഈ നടപടികൾ, അതിൽ ഈ വിദഗ്ധ സമിതിയുടെ മുന്നറിയിപ്പും മറികടന്നാണ് ഈ കടുങ്കൈ ചെയ്തതെന്ന്. ഗൂഗിൾ, തീർച്ചയായും സംസ്ഥാന സിലബസിൽ പഠിച്ച വിദ്യാർത്ഥികൾക്ക് തിരിച്ചടിയായിക്കൊണ്ട് തന്നെയാണ് സർക്കാർ പുതിയ കീം പ്രവേശന പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതിൽ നേരത്തെ ആദ്യ 100 റാങ്കിൽ 43 കുട്ടികളാണ് സംസ്ഥാന സിലബസിൽ പഠിച്ചവരായി ഉണ്ടായിരുന്നത്. പക്ഷേ പുതിയ റാങ്ക് ലിസ്റ്റ് പുറത്തു വന്നതോടുകൂടി ആ എണ്ണം 21ആയി ചുരുങ്ങി. അതായത് സംസ്ഥാന സിലബസിൽ ഉൾപ്പെട്ട കുട്ടികൾ തഴയപ്പെട്ടു എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഈ നേരത്തെ ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ടുണ്ടായ തിരിച്ചടിയാണ് ഈ പഴയ മാനദണ്ഡ പ്രകാരം പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കാൻ സർക്കാർ നിർബന്ധിതമായത്. സുപ്രീം കോടതിയിൽ ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ പോകാനൊക്കെ തന്നെ സർക്കാർ തീരുമാനിച്ചെങ്കിലും പിന്നീട് ഈ പ്രവേശന നടപടികൾ വളരെ വേഗത്തിൽ തുടങ്ങുന്നതിന് വേണ്ടി കൂടിയാണ് ഇന്ന് തന്നെ ഫലം പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചത്. പക്ഷേ അപ്പോഴും ഗൂഗിൾ സൂചിപ്പിച്ചതുപോലെ സർക്കാരിൻ്റെ ഉദ്ദേശശുദ്ധി ഇവിടെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. കാരണം ഈ പ്രവേശന പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള മാർക്ക് ഏകീകരണം പരിശോധിക്കാൻ വിദഗ്ധ സമിതിയെ സർക്കാർ നിയോഗിച്ചിരുന്നു. ആ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് പുതിയ ഫോർമുല സർക്കാർ പരിഷ്കരിച്ചത് എന്നതാണ് അറിയിച്ചത്. പക്ഷേ ഈ പുതിയ ഫോർമുല അല്ലെങ്കിൽ പുതിയ മാർക്ക് ഏകീകരണം ഈ വർഷം നടപ്പാക്കണ്ട എന്നതായിരുന്നു വിദഗ്ധ സമിതിയുടെ ശുപാർശ. കൂടുതൽ വിശദമായ പഠനം നടത്തിയതിനു ശേഷം മതി ആ ശുപാർശ നടപ്പാക്കാൻ എന്നതായിരുന്നു വിദഗ്ധ സമിതിയുടെ നിർദ്ദേശം. പക്ഷേ ആ നിർദ്ദേശം മറികടന്നുകൊണ്ടാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പുതിയ മാർക്ക് ഏകീകരണം നടപ്പിലാക്കിയതും അത് കോടതിയിൽ നിന്നുൾപ്പെടെ വലിയ തിരിച്ചടി നേരിടേണ്ടി വന്നതും. അത് വിദ്യാർത്ഥികളെ സംബന്ധിച്ച വലിയ ആശയക്കുഴപ്പങ്ങളും ബുദ്ധിമുട്ടും ഉണ്ടാക്കിയിരുന്നു. കാരണം പ്രവേശന നടപടികൾ അനന്തമായി നീണ്ടുപോയി. ഫലം പ്രസിദ്ധീകരിക്കുന്നതിൽ പല ആശയക്കുഴപ്പങ്ങളും സങ്കീർണതകളും വന്നു. ആദ്യം സർക്കാർ ഒരു ഫലം പ്രസിദ്ധീകരിച്ചു. അതിൽ എറണാകുളം സ്വദേശിയായ ഒരു വിദ്യാർത്ഥി 1ാം റാങ്ക് നേടി. പക്ഷേ വീണ്ടും അടുത്ത ഫലം സർക്കാർ പ്രസിദ്ധീകരിച്ചപ്പോൾ ആ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ആ വിദ്യാർത്ഥി പിന്നോട്ട് പോയി. തിരുവനന്തപുരം കവടിയാർ സ്വദേശിയായ ജോഷുവ ജേക്കബ് തോമസിനാണ് 1ാം റാങ്ക് ഇത്തവണ കീം പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചപ്പോൾ ലഭിച്ചത്. ആദ്യ പരീക്ഷാഫലത്തിൽ ഈ ജോഷുവ ജേക്കബ് തോമസിന്റെ റാങ്ക് 5ാം റാങ്ക് ആയിരുന്നു. പക്ഷേ 1ാം റാങ്കിലേക്ക് ഉയർന്നു. ജോഷുവ CBSE സിലബസ് പഠിച്ച വിദ്യാർത്ഥിയാണ്. അപ്പോൾ ഈ പുതിയ റാങ്ക് ലിസ്റ്റോട് കൂടി തന്നെ സംസ്ഥാന സിലബസിൽ പഠിച്ച വിദ്യാർത്ഥികൾ തഴയപ്പെട്ടു. അവർക്ക് വലിയ തിരിച്ചടി ഉണ്ടായി എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ശരി പ്രതീക്ഷ, ഏതായാലും ഫോർമുല മാറ്റമെന്ന സർക്കാരിന്റെ ആലോചന അത് ഒരുപക്ഷെ കേരള സിലബസിലെ വിദ്യാർത്ഥികൾക്ക് കൂടി തുല്യനീതി മാർക്ക് ഏകീകരണത്തിൽ നൽകിയേനെ, ഉറപ്പാക്കിയേനെ. പക്ഷേ വൈകി വന്ന വിവേകം അല്ലെങ്കിൽ കാലതാമസം വന്ന നടപടിക്രമമാണ്. പ്രോസ്പെക്ടസിന് ശേഷം അങ്ങനെ ഒരു ഫോർമുല മാറ്റം, അത് മാത്രമാണ് കോടതി ചോദ്യം ചെയ്തതും സർക്കാരിന് ഇപ്പോൾ യു ടേൺ അടിക്കേണ്ടി വന്നതും.